ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മൾട്ടിഗ്രെയിൻ ദോശയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയ നല്ലൊരു ഓപ്ഷനാണിത്. അതിനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരി എടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് ചെറുപയർ അങ്ങനെ ചേർക്കുകയാണ്, ചെറുപയർ പരിപ്പല്ല ചേർക്കണത്. പിന്നെ ഒരു 1/4 കപ്പ് മസൂർ ദാൽ, ആ ഓറഞ്ച് കളറിലുള്ള പരിപ്പ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും 1/2 ടീസ്പൂൺ ഉലുവയും. ഇത്രയാണ് നമ്മുടെ ദോശയ്ക്ക് ആവശ്യമുള്ള ധാന്യങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കിതിൽ വെള്ളമൊഴിച്ച് ഒരു മിനിമം 6 മണിക്കൂർ കുതിർത്തി വെക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നമ്മുടെ ധാന്യങ്ങളെക്കാളും ഒരു 1/2 ഇഞ്ച് കഷ്ടി ഒഴിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 6 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ധാന്യങ്ങളൊക്കെ നന്നായി സോക്കായി റെഡി ആയിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിൽ മാറ്റി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി, ഒരു വെള്ളുള്ളി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു കായത്തിൻ്റെ കുപ്പി കൊണ്ട് ഒരു ഞെക്ക് കായം, അപ്പോൾ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവായിരിക്കും. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ദോശത്തട്ട് ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു പേപ്പർ ടവൽ വെച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ദോശയുടെ ഒരു പ്രത്യേകത. നമ്മൾ അരച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പുളിക്കാനും അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് അപ്പം തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏകദേശം 1 സ്പൂൺ ഒരു കയ്യിൽ ദോശമാവ് എടുത്ത്, ഇനിയൊക്കെ നമ്മുടെ സ്വതവേയുള്ള ദോശ ഉണ്ടാക്കണ പോലെ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വളരെ ഹെൽത്തിയായ ന്യൂട്രീഷ്യസ് ആയ ഒരു ദോശയാണിത്. കുട്ടികൾക്കൊക്കെ ഇത് 1-2 കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ വെജിറ്റബിൾസ് കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തിരിച്ചിടുന്നതിൻ്റെ മുന്നേ ഒരു തരി എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നെയ്യോ എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മൾട്ടിഗ്രെയിൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ചട്നിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചട്നിയോ സാമ്പാറോ ഏത് വേണിച്ചാൽ ഉപയോഗിച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മളെ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയ ഈ ദോശ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.